നമസ്കാരം കൂട്ടുകാരെ, 2010 പുറത്തിറങ്ങിയ ജാപ്പനീസ് സാമുറായ് ചലച്ചിത്രം 13 സാമുറായ്സിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് 1844 കൃത്യമായി പറഞ്ഞാൽ ജപ്പാനിലെ ഈഡോ പീരിയഡ് എന്നറിയപ്പെടുന്ന കാലഘട്ടം. ടോക്കുഗാവ ഷോഗനേറ്റ് ആയിരുന്നു അന്നവിടെ ഭരണം കൈയാളിയിരുന്നത്. ഷോഗനേറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പട്ടാള ഭരണത്തെയാണ്. അത് നിയന്ത്രിക്കുന്ന പട്ടാള തലവനാണ് ഷോഗൻ എന്നറിയപ്പെടുക. ഈ ഷോഗനേറ്റിന്റെ കീഴിൽ പല നാട്ടുരാജ്യങ്ങളും ഫ്യൂഡൽ പ്രഭുക്കളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഭരണമൊക്കെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് വളരെ വലിയ പ്രശ്നമായി ഷോഗന്റെ അർത്ഥ സഹോദരനായ മാറ്റ്സുദേറ നെരിറ്റ്സുഗു അങ്ങോട്ടേക്ക് എത്തുന്നത്. അക്കാശി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോത്രത്തിലെ അംഗമായിരുന്നു അയാൾ. ഒട്ടും മനസാക്ഷിയില്ലാതെ ഏവരെയും കൊല്ലുന്നതിലും മറ്റും വിനോദം കണ്ടിരുന്ന ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആളുകൾ അതിൽ ബുദ്ധിമുട്ടുമ്പോൾ സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സൈക്കോ വ്യക്തിത്വം. സാധാരണക്കാർ മാത്രമായിരുന്നില്ല നെരിറ്റ്സുഗുവിന്റെ ഈ ക്രൂര സ്വഭാവത്തിന് വിധേയമായത്. ഫ്യൂഡൽ പ്രഭുക്കളുടെ കുടുംബത്തെയും ഭരണാധികാരികളുടെ കുടുംബങ്ങളിൽ പോലും നെരിറ്റ്സുഗു ആക്രമണവും പീഡനവും മറ്റും നടത്തി. പക്ഷേ ഷോഗന്റെ സഹോദരനായതുകൊണ്ട് തന്നെ നെരിറ്റ്സുഗുവിനെതിരെ ഒരു തരത്തിലുള്ള നിയമ നടപടികളും ഏർപ്പെടുന്നുണ്ടായിരുന്നില്ല. ഷോഗൻ എല്ലാത്തിൽ നിന്നും നെരിറ്റ്സുഗുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. നിലവിലുള്ള ഷോഗൻ അദ്ദേഹത്തിന്റെ കാലശേഷം അടുത്ത അവകാശിയാവേണ്ടത്, ഭരണ നേതൃത്വം വഹിക്കേണ്ടത് ഇതേ നെരിറ്റ്സുഗുവാണ്. ഷോഗൻ അതിനുവേണ്ട ശ്രമങ്ങളും പിന്നണിയിൽ നടത്തുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അത് സംഭവിച്ചു. ഊമിയ ക്ലാനിലെ പ്രധാനപ്പെട്ട ഒരു പ്രഭുവായിരുന്ന വ്യക്തി ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം എന്ന തരത്തിൽ സെപ്പൂക്കു പ്രവർത്തിച്ചു. സെപ്പൂക്കു എന്ന് പറയുന്നത് അഭിമാനത്തോടെ പ്രതിഷേധത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനെയാണ്. ഒരു ജാപ്പനീസ് ട്രഡീഷനായിരുന്നു സെപ്പൂക്കു. ആ വ്യക്തിയുടെ കുടുംബത്തെ അത്രയും നെരിറ്റ്സുഗു കൊന്നു തള്ളിയിരുന്നു. എന്നിട്ടും ഷോഗനേറ്റ് നെരിറ്റ്സുഗുവിനെതിരെ ഒരാക്ഷനും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സെപ്പൂക്കു പ്രവർത്തിച്ചത്. അത്തരത്തിലുള്ള നെരിറ്റ്സുഗു ഷോഗനേറ്റ് കൗൺസിലിന്റെ ഭാഗമാകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ആ വിവരങ്ങൾ ഷോഗൻ മിനിസ്ട്രിയിലെ ജസ്റ്റിസ് മിനിസ്റ്ററായ സാർഡോയുടെ മുമ്പിലേക്കെത്തുകയാണ്. പിന്നാലെ നെരിറ്റ്സുഗുവിനെതിരെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി സാർഡോ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. നെരിറ്റ്സുഗുവിന്റെ ക്രൂരത നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ആ നെരിറ്റ്സുഗു ഷോഗനേറ്റ് കൗൺസിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയും തടയണം, ജനങ്ങൾക്ക് നീതി തേടിക്കൊടുക്കണം എന്ന് സാർഡോയ്ക്കുണ്ടായിരുന്നു. അതോടെ നെരിറ്റ്സുഗുവിനെ ഇല്ലാതാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് സാർഡോയ് എത്തിച്ചേരുന്നു. ഇല്ലെങ്കിൽ ഷോഗൻ കൗൺസിലും നാട്ടുരാജ്യങ്ങളും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇല്ലെങ്കിൽ തന്നെ ടോക്കുഗാവ ഷോഗനേറ്റ് ഇപ്പോൾ പതനത്തിന്റെ വക്കിലുമാണ്. പക്ഷേ ഷോഗന് അതൊന്നും വിഷയമായിരുന്നില്ല. തന്റെ അനിയൻ ഷോഗനേറ്റ് കൗൺസിലിൽ എത്തണം എന്ന് തന്നെ അയാൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നെരിറ്റ്സുഗുവിനെ വകവരുത്തുന്ന തീരുമാനമായി സാർഡോയ് മുമ്പോട്ടു പോകുന്നു. വിശ്വസ്തനായ ഒരു സമുറായെ അതിനുവേണ്ടി സാർഡോയ് വിളിച്ചുവരുത്തി. ഷിൻസേമോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഷിൻസേമോനെ രഹസ്യമായി കണ്ട സാർഡോയ് നെരിറ്റ്സുഗുവിനെ വകവരുത്തേണ്ടുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചു. യൂക്കി എന്നു പേരുള്ള നെരിറ്റ്സുഗുയുടെ ക്രൂരകൃത്യങ്ങൾ നേരിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെയും സാർഡോയ് അങ്ങോട്ടേക്ക് വിളിച്ചുവരുത്തിയിരുന്നു. കാര്യങ്ങൾ സമുറായ് ഷിൻസേമോയോട് വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു അത്. നെരിറ്റ്സുഗുവിന്റെ ചില ക്രൂരകൃത്യങ്ങൾ അയാൾ ആ സമുറായോട് പറഞ്ഞു. ഒരു യാത്രാമധ്യേ നെരിറ്റ്സുഗുയും സംഘവും സേഷു എന്നു പേരുള്ള ഒരു നാട്ടുരാജ്യത്തെത്തി. യൂക്കി ആയിരുന്നു അവിടുത്തെ അധിപൻ. യൂക്കിയും മറ്റുള്ളവരും നെരിറ്റ്സുഗുയെ വെൽക്കം ചെയ്തു. വളരെ മികച്ച ഒരു സദ്യയും അവരുടെ സംഘത്തിന് ഓഫർ ചെയ്തു. നെരിറ്റ്സുഗുക്ക് പ്രത്യേകം തയ്യാറാക്കിയ നാട്ടിലെ വിഭവം നൽകുവാൻ തന്റെ മരുമകളെ അതുമായി അദ്ദേഹം പറഞ്ഞയച്ചിരുന്നു. പക്ഷെ വളരെ ക്രൂരമായ പ്രവൃത്തിയായിരുന്നു നെരിറ്റ്സുഗു പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ മരുമകളെ കണ്ട നെരിറ്റ്സുഗു അവളിൽ ആകൃഷ്ടിയായി ഫുഡ് സ്വീകരിക്കുന്നതിനു പകരം മരുമകളെ കടന്നാക്രമിച്ചു, അവളെ പീഡിപ്പിച്ചു. കുറച്ചുനേരമായും ഭാര്യയെ കാണാതെ ചെന്നു നോക്കാൻ ചെന്ന അദ്ദേഹത്തിന്റെ മകൻ കണ്ടത് പീഡിതയായി കിടക്കുന്ന തന്റെ ഭാര്യയായിരുന്നു. നെരിറ്റ്സുഗുക്കെതിരെ ഒന്നും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ മകന് സാധിക്കുമായിരുന്നില്ല. മുമ്പോട്ട് ചെന്ന അയാൾ തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ നിമിഷത്തിൽ നെരിറ്റ്സുഗു എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മകനെ കൊന്നുകളയുകയായിരുന്നു. തന്റെ ഭർത്താവിന്റെ ആ മരണവും തനിക്കേറ്റ പീഡനത്തിലുമൊക്കെ മനംനൊന്ത് അദ്ദേഹത്തിന്റെ മരുമകൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. യൂക്കി പറഞ്ഞത് അത്രയും കേട്ട് സാർഡോയുടെയും ഷിൻസേമേന്റെയും
ഉള്ളിലൊരു ഞെട്ടലുണ്ടായിരുന്നു. പിന്നാലെ അടുത്തൊരു കാഴ്ച കൂടി സാർഡോയ് ഷിൻസേമേനെ കാണിച്ചു. ഒരു കർഷക കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു അത്. നെരിറ്റ്സുഗി അവളുടെ കുടുംബത്തെ മുഴുവൻ കൊന്നുതള്ളി, അവളുടെ കയ്യും കാലും വെട്ടിയെറിഞ്ഞു, നാവ് വരെ മുറിച്ചെടുത്തിരുന്നു. തന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കും ലൈംഗിക ആവശ്യങ്ങൾക്കും ക്രൂരമായി നെരിറ്റ്സുഗു ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു. ഒടുവിൽ മടുത്തപ്പോൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. അതുകൂടി കണ്ടതോടെ നെരിറ്റ്സുഗുവിനെതിരെ ഷിൻസേമന്റെ കോപം ആളിക്കത്തുന്നുണ്ട്. നെരിറ്റ്സുഗുവിനെ വകവരുത്താനുള്ള ഉത്തരവാദിത്തം താൻ ഏൽക്കുന്നു എന്ന് ഷിൻസേമൻ സാർഡോയെ അറിയിച്ചു. ഇതേ സമയം മറുവശത്ത് നെരിറ്റ്സുഗു ഉമിയ ക്ലാൻ എന്നു പേരുള്ള ഒരു ഗോത്രവർഗത്തെ മുഴുവൻ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെരിറ്റ്സുഗുവിന്റെ വലങ്കയ്യായ പ്രധാന സംരക്ഷകനായ ഹാൻബേയ് അങ്ങോട്ടേക്കെത്തി അത് പ്രവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പക്ഷെ നെരിറ്റ്സുഗു ഉണ്ടോ കേൾക്കുന്നു. തന്റെ ഉള്ളിലെ ക്രൂരവിനോദം നെരിറ്റ്സുഗു ആസ്വദിച്ചുകൊണ്ടിരുന്നു. വൈകാതെ സാർഡോയുടെ നേതൃത്വത്തിൽ നെരിറ്റ്സുഗുവിനെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിടുന്നുണ്ട് എന്ന കാര്യവും നെരിറ്റ്സുഗുവിന്റെ വലങ്കയ്യും സംരക്ഷകനുമായ ഹാൻബേയുടെ അടുത്തേക്ക് എത്തുകയാണ്. അതോടെ സാർഡോയെ ക്ലോസായി നിരീക്ഷിക്കുവാൻ ഹാൻബേയ് തന്റെ ആളുകൾക്ക് നിർദ്ദേശവും കൊടുത്തു. വൈകാതെ ഹാൻബേയ്ക്ക് ഒരു ലെറ്റർ വന്നു. നെരിറ്റ്സുഗുവിനെ വകവരുത്തുവാൻ സാർഡോയ് സാമുറായായ ഷിൻസേമനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതായിരുന്നു ആ വിവരം. ഷിൻസേമന്റെ പേര് കേട്ടതും ഹാൻബേയ് ചെറുതായെങ്കിലും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. ഹാൻബേയ്ക്ക് ഷിൻസേമനെ പണ്ട് തൊട്ടേ അറിയാമായിരുന്നു. അവർ ഒന്നിച്ച് ഒരേ ഗുരുകുലത്തിലാണ് പഠിച്ചതുമൊക്കെ. എത്രമാത്രം ഡിറ്റർമിനേഷൻ ഉള്ള ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന സാമുറായാണ് അയാൾ എന്ന് ഹാൻബേയ് വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ദൗത്യം ഏറ്റെടുത്തിരുന്ന ഷിൻസേമനാകട്ടെ തനിക്ക് വേണ്ട സൈന്യത്തെ പോരാളികളെ തയ്യാറാക്കാൻ ആരംഭിച്ചിരുന്നു. നെരിറ്റ്സുഗുവും സംഘവും അത്യാവശ്യം ആളെണ്ണമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവർക്കെതിരെ പോരടിക്കണമെങ്കിൽ കഴിവുറ്റ മികച്ച സമുറായികളെ ആവശ്യമുണ്ട്. തന്റെ മികച്ച സ്റ്റുഡൻസിൽ നിന്നും ഹിരയാമ എന്നു പേരുള്ള ആദ്യത്തെ സമുറായിയെ ഷിൻസേമൻ റിക്രൂട്ട് ചെയ്തു. അടുത്തതായി ഷിൻസേമൻ കൂടെ ചേർത്തത് തന്റെ സുഹൃത്തായ കുരനാഗയെയായിരുന്നു. കുരനാഗയ്ക്കൊപ്പം കുരനാഗയുടെ സ്റ്റുഡൻസായ 6 മികച്ച സമുറായികൾ കൂടി അവർക്കൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അധികം വൈകാതെ ഷിൻസേമന്റെ നേതൃത്വത്തിൽ സമുറായികൾ ഒന്നടങ്കം മീറ്റിംഗ് ചേർന്നു. നെരിറ്റ്സുഗു വൈകാതെ ഒരു ഒഫീഷ്യൽ ജേണിയിൽ ഏർപ്പെടുന്നുണ്ട്. ഈഡോ നഗരത്തിൽ നിന്നും അക്കാശിയിലേക്കുള്ള യാത്രയാണത്. ആ യാത്രക്കിടയിൽ വെച്ച് ഒച്ചിയായി എന്ന് പറയുന്ന ടൗണിൽ വെച്ച് നെരിറ്റ്സുഗുവിനെയും സംഘത്തെയും ആക്രമിക്കാം എന്നൊരു പദ്ധതിയിലേക്ക് അവരുടെ ചർച്ച നീളുകയാണ്. മീറ്റിംഗിന് ശേഷം സമുറായി കൂട്ടത്തിലെ ഒരു സമുറായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷെ അയാൾ പെട്ടെന്ന് ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കുന്നവർ ആരെന്ന് വ്യക്തമായിരുന്നില്ല. ഭാഗ്യവശാൽ ഹിരോയാമ ആ സമയം അതുവഴി കടന്നുവരികയും അറ്റാക്കേഴ്സുമായി ഫൈറ്റ് ചെയ്യുകയും സമുറായിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ നെരിറ്റ്സുഗുവിന്റെ കാവൽക്കാരനായ ഹാൻബേ അയച്ച പട്ടാളക്കാരാണവർ എന്ന് സമുറായികൾ മനസ്സിലാക്കുകയുമാണ്. ആ ആക്രമണത്തോടെ ഹാൻബേ ഒരു കാര്യം പൂർണ്ണമായും മനസ്സിലാക്കി. ഷിൻസേമൻ കൂടെ ചേർത്തിരിക്കുന്ന വ്യക്തികൾ വെറും സാധാരണക്കാരല്ല. ആ സമുറായികൾ മികച്ച കഴിവുള്ളവരാണ്. മറുവശത്ത് ഷിൻസേമനാകട്ടെ തങ്ങളുടെ ആൾബലം പോരാ എന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിൻസേമൻ കൂടുതൽ സമുറായികളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അടുത്തതായി ഷിൻസേമൻ എത്തിച്ചേർന്നത് തന്റെ തന്നെ അനന്തരവനായ ഷിൻറോക്കുറോയുടെ അടുത്തേക്കായിരുന്നു. ഷിൻറോക്കുറോ ചൂതുകളിയിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണ്. ഷിൻസേമൻ ആവശ്യം പറഞ്ഞപ്പോ ആദ്യം ഷിൻറേക്കുറോ സംശയിക്കുന്നുണ്ട്. കാരണം ഷിൻറേക്കുറോയ്ക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. അവൾക്കൊപ്പം സന്തോഷമായി ജീവിക്കണം എന്നാണ് ഷിൻറേക്കുറോക്കുള്ളത്. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ ഭീതി ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന അവസ്ഥ ഷിൻറേക്കുറോയെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് താനില്ലെന്ന് പറഞ്ഞ് ഷിൻറേക്കുറോ ആദ്യം പിൻവലിഞ്ഞു. പക്ഷേ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം നാട്ടുകാർക്കു വേണ്ടി ഷിൻസേമനൊപ്പം ചേർന്ന് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഷിൻറേക്കുറോ തീരുമാനിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഗേൾഫ്രണ്ടിനോട് യാത്ര പറഞ്ഞ് ഷിൻറേക്കുറോ അങ്ങനെ മിഷനായി ഇറങ്ങിത്തിരിച്ചു. വൈകാതെ ഷിൻസേമന്റെ സമുറായി ഗ്രൂപ്പിലേക്ക് മറ്റ് 2 പേർ കൂടി വന്നെത്തി. ഒഗുറ എന്നും സഹാറ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. അങ്ങനെ മൊത്തം സമുറായി സംഘം 12 പേരടങ്ങുന്നതായി മാറി. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ പരിശീലന കാലയളവായിരുന്നു. എങ്ങനെ നെരിറ്റ്സുഗുവിന്റെ സംഘത്തെ ആക്രമിക്കാം എന്നതിനെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്തു. വാൾപ്പയറ്റും മറ്റുമായി തങ്ങളുടെ ആയോധന കലകൾ മെച്ചപ്പെടുത്തിയെടുത്തു. നെരിറ്റ്സുഗുവിന്റെ സംഘത്തെയും പടയാളികളെയും ആക്രമിക്കുവാൻ വേണ്ടി സ്ഫോടക വസ്തുക്കളും കെണികളും അവർ ഡിസൈൻ ചെയ്യുകയും തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം സമുറായികളുടെ മീറ്റിംഗ് നടക്കുന്ന സമയം ഹാൻബേയ് അങ്ങോട്ടേക്ക് വന്നു. നെരിറ്റ്സുഗുവിനെതിരെ അവർ തിരിഞ്ഞ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ഹാൻബേയ് ഷിൻസേമനോട് വലിയ തോതിൽ സംസാരിച്ചു. കാര്യം നെരിറ്റ്സുഗു ക്രൂരനാണെന്നും കണ്ണിൽ ചോരയില്ലാത്തവനാണെന്നുമൊക്കെ ഹാൻബേയ്ക്കും അറിയാമായിരുന്നു. പക്ഷേ ടോക്കുഗാവ ഷോഗനേറ്റിന്റെ ആകെയുള്ള അനന്തരാവകാശിയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവനില്ലെങ്കിൽ ഷോഗനേറ്റ് നിലംപൊത്തും. അതിനനുവദിക്കാൻ തനിക്കാവില്ല എന്നായിരുന്നു ഹാൻബേയ് പറഞ്ഞത്. പക്ഷേ ഷിൻസേമൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്തു തന്നെ എതിരെ വന്നാലും തീരുമാനിച്ചുറപ്പിച്ചത് ഞങ്ങൾ പ്രവർത്തിക്കും
സഹായിക്കും എന്ന് ഷിൻസേമൻ ഹാൻബേയോട് പറഞ്ഞു. ഹാൻബേ അതോടെ അവിടെ നിന്ന് മടങ്ങുകയാണ്. അധികം വൈകാതെ നിരിറ്റ്സുഗുവിന്റെ ഒഫീഷ്യൽ ജേണി ആരംഭിക്കുകയായിരുന്നു. ഈഡോയിൽ നിന്ന് അക്കാശിയിലേക്കാണ് യാത്രയുള്ളത്. ആ യാത്രക്കിടയിൽ നേഗി എന്ന് പറയുന്ന ഒരിടം വിസിറ്റ് ചെയ്യാം എന്നയാൾ തീരുമാനിച്ചിരുന്നു. ഈ യാത്രക്കിടയിൽ ഉച്ചിയായി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ടൗൺ ഉണ്ട്. ഉച്ചിയായി വഴിയെ നേഗിയിലേക്ക് പോവാൻ സാധിക്കുകയുമുള്ളൂ. നിരിറ്റ്സുഗുവും സംഘവും യാത്ര തുടങ്ങുമ്പോൾ മറുവശത്ത് സമുറായി സംഘം ഉച്ചിയായിൽ വെച്ച് തന്നെ അവരെ ആക്രമിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ സിറ്റിയിലെത്തിയാൽ സർഡോയുടെ സഹായത്തോടെ അദ്ദേഹം നൽകുന്ന പണം ഉപയോഗിച്ച് ആവശ്യമായ വസ്തുക്കളും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കാം എന്നും ഷിൻസേമൻ പ്രത്യേകം പറയുന്നുമുണ്ട്. 2 സമുറായികളെ അതിന് പ്രത്യേകം ചുമതലയേൽപ്പിച്ച് ആദ്യമേ ഷിൻസേമൻ പറഞ്ഞുവിട്ടു. മറ്റൊരു സമുറായിയോട് നിരിറ്റ്സുഗുവിനെ കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഉച്ചിയായിലെത്തിക്കുവാൻ ഫ്യൂഡൽ ലോർഡായ യൂക്കിയുടെ സഹായം തേടണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനടുത്തേക്കും പറഞ്ഞുവിട്ടു. ഒടുവിൽ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞതും ഷിൻസേമൻ അടങ്ങുന്ന 12 അംഗ സമുറായ് പോരാളികൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഉച്ചിയായിലേക്ക് യാത്ര തിരിക്കുകയാണ്. പക്ഷേ യാത്രാമധ്യേ ഒരു വില്ലേജിലെത്തിയപ്പോൾ ഒരു സംഘം കൊള്ളക്കാർ അവരെ ആക്രമിച്ചു. സമുറായ് സംഘത്തിന് കൊള്ളക്കാർക്കെതിരെ പൊരുതി അവരെ കീഴടക്കാൻ സാധിച്ചു. വൈകാതെ ഒരു കാര്യം അവർ മനസ്സിലാക്കി. യാഥാർത്ഥ്യത്തിൽ കൊള്ളക്കാരെന്ന് കരുതി അവരെ ആക്രമിച്ചവർ കൊള്ളക്കാരല്ല, ഹാൻബേ അയച്ച പട്ടാള സംഘമാണ്. അങ്ങനാണെങ്കിൽ നേരെ പോകുന്ന ഈ യാത്രാ വഴിയിൽ ഹാൻബേ ഇത്തരത്തിൽ എതിരിടാൻ കുറെ പേരെ തയ്യാറാക്കി വെച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കാട്ടുവഴിയിലൂടെ ഉച്ചിയായിലേക്ക് പോകാം എന്ന് സമുറായ് സംഘം തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് കാട്ടുപാതയായിരുന്നു. അത്ര എളുപ്പമല്ലെങ്കിലും കാട്ടുപാതയിലൂടെ അവർ യാത്ര തുടങ്ങി. ഇടയ്ക്ക് വെച്ച് അവർക്ക് വഴിതെറ്റുകയും ചെയ്തു. പക്ഷേ ആ പാതയിലൂടെ മുമ്പോട്ടു പോകുമ്പോൾ കെണിയിൽ അകപ്പെട്ട് കിടന്ന വേട്ടക്കാരനായ കാടൊക്കെ അറിയാവുന്ന ഒരുത്തനെ അവർ കണ്ടുമുട്ടുകയാണ്. കൊയാട്ട എന്നായിരുന്നു അവന്റെ പേര്. കെണിയിൽപ്പെട്ട കൊയാട്ടയെ ഷിൻസേമൻ മോചിപ്പിച്ചു. പകരം കൊയാട്ടയ്ക്ക് ഭക്ഷണവും മറ്റും വാഗ്ദാനം ചെയ്തു. കൊയാട്ട അവർക്കൊരു സഹായം ചെയ്യണം. കാടിന് വെളിയിലെത്തുവാൻ, അവർക്ക് പോവേണ്ട ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കൃത്യമായ വഴി കൊയാട്ട അവർക്ക് കാണിച്ചു കൊടുക്കണം. കൊയാട്ടയും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ 12 അംഗ സമുറായ് സംഘത്തിലേക്ക് സമുറായ് അല്ലെങ്കിലും കൊയാട്ടയും ചേർന്നു, ഒരു സമുറായെ പോലെ തന്നെ. അങ്ങനെ അവർ 13 അംഗ സംഘമായി മാറി. മറുവശത്ത് ഇതേ സമയം നിരിറ്റ്സുഗോയുടെ യാത്രാ വഴി യൂക്കിയും യൂക്കിയുടെ പടയാളികളും ചേർന്ന് തോക്ക് ചൂണ്ടി തടയുകയായിരുന്നു. തന്റെ മരുമകളെയും മകനെയും അടക്കം കൊന്ന നിരിറ്റ്സുഗുവിനോട് അടങ്ങാത്ത പകയായിരുന്നു യൂക്കിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിരിറ്റ്സുഗോയുടെ വഴി തടയണം എന്ന ഷിൻസേമന്റെ അപേക്ഷ യൂക്കി മനസ്സാവരിച്ചിരുന്നു. തന്റെ വഴി തടയപ്പെട്ടതോടെ നിരിറ്റ്സുഗിക്ക് മുമ്പിലുള്ള ഒരേ ഒരു വഴി ഉച്ചയായി എന്ന നഗരം ചുറ്റിപ്പോകണം എന്നത് മാത്രമായി. നേഗിയിലേക്ക് പോവാതെ പോകാം, ആ വഴി പോകുന്നത് അപകടമാണ് എന്ന് ഹാൻബേ വാൺ ചെയ്തെങ്കിലും താൻ കൽപ്പിച്ച പോലെ നടന്നില്ലെങ്കിൽ അത് തന്റെ അഭിമാനത്തിന് ക്ഷതമാണ്, എന്ത് വില കൊടുത്തും നേഗി താൻ സന്ദർശിക്കും എന്ന് പറഞ്ഞ നിരിറ്റ്സുഗോ ഉച്ചയായി വഴി പോകുവാൻ ഹാൻബേയോട് നിർദ്ദേശിച്ചു. ഒടുവിൽ നിരിറ്റ്സുഗോവും സംഘവും യൂക്കിയുടെ പ്രദേശത്തുകൂടിയല്ലാതെ ഉച്ചയായി വഴി പോകുവാൻ തീരുമാനിച്ചതോടെ തന്റെ സമൂഹത്തിനു വേണ്ടി, അവർക്കുമേൽ പ്രശ്നങ്ങളില്ലാതിരിക്കുവാൻ വേണ്ടി യൂക്കി തന്നെ ഷോഗണേറ്റ് ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചതിന്, നിരിറ്റ്സുഗുവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയതിന് സപ്പൂക്കു നിർവഹിക്കുന്നു. അഭിമാനത്തോടെ തന്റെ ജീവൻ അദ്ദേഹം അർപ്പിച്ചു. ഇതേ സമയം ഷിൻസേമനും സമുറായ് സംഘവും കൊയാട്ടയുടെ സഹായത്തോടെ ഉച്ചിയായിലേക്ക് എത്തിച്ചേർന്നിരുന്നു. സാർ ഡോയുടെ സഹായത്തോടെ ആവശ്യവസ്തുക്കളൊക്കെ സംഘടിപ്പിച്ച് അവർ അവിടെ ട്രാപ്പുകളും സ്ഫോടക വസ്തുക്കൾ വെക്കുവാനും പോരാട്ടത്തിനു വേണ്ട കാര്യങ്ങൾ അണിയിച്ചൊരുക്കുവാനും ആരംഭിച്ചു. ഒക്കെ പൂർത്തിയായതും നിരിറ്റ്സുഗുവിനും സംഘത്തിനും വേണ്ടി സമുറായ് സംഘം കാത്തുനിൽക്കാൻ ആരംഭിച്ചു. വിചാരിച്ച സമയം പിന്നിട്ടിട്ടും നിരിറ്റ്സുഗുവും സംഘവും അതുവഴി എത്തുന്നുണ്ടായിരുന്നില്ല. അവർ വഴിമാറിപ്പോയിരിക്കുമോ എന്നുള്ള സംശയമുണ്ടായെങ്കിലും ഷിൻസേമൻ സമുറായികൾക്ക് പ്രചോദനം നൽകി. ഒരിക്കലും അവർ വഴിമാറിപ്പോവില്ലെന്നും അവർ ഇങ്ങോട്ടേക്ക് തന്നെ വന്നെത്തും എന്നും ഷിൻസേമൻ പ്രതീക്ഷിച്ചിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ കാടിനു മുമ്പിൽ വാച്ച് ചെയ്യുകയായിരുന്ന സഹാറ എന്ന സാമുറായ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. നിരിറ്റ്സുഗുവും സംഘവും വരുന്നുണ്ട് എന്ന വിവരം അവരെ അറിയിച്ചു. മാത്രമല്ല ഞെട്ടിക്കുന്നൊരു വിവരവും സഹാറക്ക് പറയാനുണ്ടായിരുന്നു. നിരിറ്റ്സുഗുവിന്റെ സംഘത്തിൽ അവർ വിചാരിച്ച പോലെ 70 പേരല്ലേ ഉള്ളത്, മറിച്ച് 200ഓളം പോരാളികളുണ്ട്. ആകെയുള്ളത് 12 സമുറായികളും സമുറായ് സംഘത്തിലേക്ക് ചേർന്നിട്ടുള്ള കൊയാട്ടയും മാത്രമാണ്. അവർ 13 പേർ ചേർന്ന് 200 പേർക്കെതിരെ പോരടിക്കണം. പിന്മാറാൻ ആ അവസരത്തിൽ സാധിക്കില്ലായിരുന്നു. ഷിൻസേമൻ ഏവർക്കും പ്രചോദനം നൽകി. ജീവൻ ബലി കൊടുത്തും നാടിനു വേണ്ടി നമ്മൾ പോരടിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യൻ ഉയർന്നു തുടങ്ങിയ സമയത്തോടെ നിരിറ്റ്സുഗുവും സംഘവും ആ ടൗണിലേക്ക് എത്തിച്ചേരുകയാണ്. ടൗണിലേക്കുള്ള പാലം കടന്ന് അവർ ടൗണിനുള്ളിലേക്ക് കടന്നു. അവർ വരുമ്പോഴേ അവിടുത്തെ നാട്ടുകാർ പിന്തിരിഞ്ഞ് എങ്ങോട്ടേക്കോ പോകുന്നുണ്ടായിരുന്നു. ഹാൻബേക്ക് സംശയം തോന്നാതിരുന്നില്ല. പെട്ടെന്ന് ആ വഴിയിൽ മരം കൊണ്ട് സമുറായികൾ തീർത്ത
ഗേറ്റ് വന്നടയുകയാണ്. സംഘം തിരികെ പോവാനായി നോക്കിയെങ്കിലും അങ്ങോട്ടേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള പാലം സ്ഫോടക വസ്തുക്കൾ കൊണ്ട് സമുറായി തകർത്തു കഴിഞ്ഞിരുന്നു. നെരറ്റ്സുഗോവും സംഘവും അതോടെ ആ ടൗണിനകത്ത് കുടുങ്ങി. പിന്നെ വൈകിയില്ല. ശത്രുക്കൾ കുടുങ്ങിയെന്ന് മനസ്സിലായതും ഷിൻസേമനും സംഘവും തങ്ങളുടെ ആക്രമണം തുടങ്ങുകയാണ്. പതിമൂന്ന് സമുറായികൾ ജീവൻ പണയം വെച്ച് 200ഓളം വരുന്ന പടയാളികൾക്കെതിരെ ശക്തമായി പൊരുതിക്കൊണ്ടേയിരുന്നു. ആദ്യഘട്ട നീക്കങ്ങൾക്കൊക്കെയൊടുവിൽ വളരെ കുറച്ച് പടയാളികൾ മാത്രം ബാക്കിയായിരുന്നു. അതോടെ ഷിൻസേമന്റെ ധൈര്യം വർദ്ധിച്ചു. മറുവശത്ത് ഹാൻപേയും സംഘവും അപ്പോഴും നെരറ്റ്സുഗുവിനെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. ഒരുവിധം നെരറ്റ്സുഗോയുടെ പോരാളികൾ അക്കാശി ക്ലാനിലെ സോൾജിയേഴ്സ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും 10 സമുറായികളും തങ്ങളുടെ ജീവൻ വെടിഞ്ഞിരുന്നു. ബാക്കിയായത് ഷിൻസേമനും ഷിൻറോക്കുറോയും നെരറ്റ്സുഗുവും മാത്രമായിരുന്നു. അതിനകം അവിടം ചോരക്കളമായി തീർന്നിരുന്നു. ഇതൊക്കെ കണ്ട് നെരറ്റ്സുഗു ആകട്ടെ വല്ലാതെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. താൻ ഷോഗൻ കൗൺസിലിന്റെ ഭാഗമായാൽ ഇതുപോലുള്ള യുദ്ധങ്ങൾ കൊണ്ടുവരുമെന്നും ജനങ്ങളെ കൊന്നുതള്ളുന്നത് ആസ്വദിക്കണം എന്നുമൊക്കെ നെരറ്റ്സുഗു പറഞ്ഞു. വൈകാതെ ഷിൻസേമനും ഹാൻബേയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഘട്ടമെത്തി. ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത്. കരുത്തുറ്റ 2 പോരാളികൾ. എന്നിരുന്നാൽ തന്നെയും തന്റെ മികച്ച നീക്കങ്ങളിലൂടെ ഷിൻസേമൻ ഹാൻബേയെ പരാജയപ്പെടുത്തി. ഹാൻബേയുടെ തലവെട്ടി വീഴ്ത്തി. മറുവശത്ത് ഷിൻറോക്കുറോ ആകട്ടെ ബാക്കിയുള്ള പടയാളികളെയും കൊന്നുതള്ളിയിരുന്നു. ഒടുവിൽ അവശേഷിച്ചത് നെരറ്റ്സുഗു മാത്രമായി. സമുറായികളിൽ ബാക്കിയായത് ഷിൻറോക്കുറോയും ഷിൻസേമനും മാത്രമായിരുന്നു. അത് കണ്ടതും ക്രൂരഭാവത്തോടെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞു, നിന്നെപ്പോലുള്ള സമുറായികളും നാട്ടുകാരും ഞങ്ങളെപ്പോലുള്ള പ്രഭുക്കന്മാരെ സേവിക്കാൻ വേണ്ടിയുള്ളവരാ. ഷിൻസേമൻ നെരറ്റ്സുഗോവിന്റെ എതിരെത്തിരിഞ്ഞ് നടന്നു വന്നുകൊണ്ട് മറുപടിയും കൊടുത്തു. ശരി തന്നെ, പ്രഭുക്കന്മാരെ സേവിക്കണം. പക്ഷേ പ്രഭുക്കന്മാർ നാട്ടുകാർക്കും പടയാളികൾക്കും എതിരെ തിരിഞ്ഞാൽ അവർക്കുമേൽ അധികാരത്തിൽ അവർക്കെതിരെ തിരിയുവാൻ ഓരോരുത്തരും തയ്യാറാകും. നെരറ്റ്സുഗോയെ അത് വല്ലാതെ ക്ഷുഭിതനാക്കിയിരുന്നു. തന്റെ മുമ്പിലേക്ക് വന്ന ഷിൻസേമനെ നെരറ്റ്സുഗോ കുത്തി. ഷിൻസേമനും മടിച്ചില്ല. നെരറ്റ്സുഗോയുടെ ശരീരത്തിലേക്ക് വാൾ കുത്തിയിറക്കി. വേദന കൊണ്ട് നെരറ്റ്സുഗോ പൊളയുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ നെരറ്റ്സുഗോ ആദ്യമായിട്ടായിരുന്നു അത്രയും വേദന സഹിക്കുന്നത്. ആ വേദനയിലും ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്തരത്തിൽ നല്ലൊരു ദിവസം തന്നതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഷിൻസേമൻ വൈകിയില്ല. നെരറ്റ്സുഗോയുടെ തല വെട്ടി വീഴ്ത്തി. ശേഷം പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച് ഷിൻസേമൻ താഴെ വീണിരുന്നു. രാജ്യത്തെ സംരക്ഷിച്ചതിലും പോരാട്ടം വിജയിച്ചതിലുമുള്ള സന്തോഷം ഷിൻസേമൻ ഉണ്ടായിരുന്നു. ബാക്കിയായ തന്റെ അനന്തരവൻ ഷിൻറോക്കുറോയോട് രക്ഷപ്പെട്ടു പോകുവാനും നിന്റെ മനസ്സ് പറയുന്ന പോലെ ചെയ്യുവാനും ഷിൻസേമൻ പറഞ്ഞു. വൈകാതെ അദ്ദേഹം തന്റെ അവസാന ശ്വാസമെടുത്തു. ഷിൻറോക്കുറോ ചോരക്കളമായ ആ നഗരത്തിലെ ഓരോ വശത്തൂടെയും നടന്നു. ആ സമയം ആക്രമണത്തിൽ വളരെയധികം പരിക്കേറ്റിട്ടും ജീവനോടെ എഴുന്നേറ്റ് വന്ന് കൊയാട്ട അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കൊയാട്ട കൊല്ലപ്പെട്ടിരുന്നില്ല. ആ രാജ്യത്ത് തുടർന്നാൽ താൻ ശിക്ഷിക്കപ്പെടും എന്ന് ഷിൻറോക്കുറോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഷിൻറോക്കുറോ അവിടം വിട്ട് അമേരിക്കയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ കാമുകിയെയും കൂടെ കൂട്ടി പോവാനായിരുന്നു ഷിൻറോക്കുറോയുടെ തീരുമാനം. യാത്ര പറഞ്ഞ് രണ്ടുപേരും 2 വഴിക്ക് പിരിയുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. തുടർന്നുള്ള എപ്പിലോഗിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷിൻസേമന്റെ സംഘമാണ് നെരറ്റ്സുഗുവിനെ കൊലപ്പെടുത്തിയതെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ നെരറ്റ്സുഗുവിന്റെ മരണം യാത്രാമധ്യയുള്ള രോഗം കൊണ്ടാണെന്നായിരുന്നു ടോക്കുഗാവ ഷോഗനേറ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ആ സംഭവം കഴിഞ്ഞ് 23 കൊല്ലത്തിനു ശേഷം ടോക്കുഗാവ ഷോഗനേറ്റ് നിലംപൊത്തി. മെയ്ജി റീസ്റ്റോറേഷൻ അധികാരത്തിൽ വന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.